ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ആചാര്യ അക്കാഡമിയിൽ സെറ്റ് മാത്തമാറ്റിക്സിൻ്റെയും ജനറൽ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആചാര്യ അക്കാഡമി ആപ്പ് വഴിയായിരിക്കും. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും ക്ലാസ്സിൻ്റെ PDF സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ ടോപ്പിക് വൈസ് ടെസ്റ്റുകളും ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഫീസ് വരുന്നത് 1500 ആണ്. അപ്പോൾ ഇതിൽ ജനറൽ സബ്ജക്റ്റ് കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി ജനറൽ സബ്ജക്റ്റിന് സെപ്പറേറ്റ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ജനറൽ സബ്ജക്റ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 499 ആണ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക. സെറ്റ് എക്സാമിനേഷനിൽ ജനറൽ സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ 2019 ഫെബ്രുവരി മുതൽ ചോദിച്ചിട്ടുള്ള ചില റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ജനറൽ സയൻസ് സെറ്റ് എക്സാം അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 1 ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ ചില ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്റ്റൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മെൻ്റൽ കണ്ടീഷൻ ദാറ്റ് കോസ് hostage to develop a psychological alliance with their captors is described as. അപ്പം ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എ മെൻ്റൽ കണ്ടീഷൻ ദാറ്റ് കോസസ് hostages to develop a psychological alliance with their captors. ഓക്കെ, അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം ഒരാൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്, കിഡ്നാപ്പ് ചെയ്യുകയാണ്. അപ്പം ആ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്ന ആളെയാണ് നമ്മൾ ഹോസ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അവരെ കിഡ്നാപ്പ് ചെയ്ത ക്യാപ്റ്റർ അല്ലെങ്കിൽ അവരെ പിടിച്ചിട്ടുള്ള ആ ആളോട് തോന്നുന്ന ഒരു സൈക്കോളജിക്കൽ അലൈൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്: ഡൗൺ സിൻഡ്രോം, റാപ്പ് ഹോഡ്കിൻ സിൻഡ്രോം, സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആൻഡ് ഈഗിൾ സിൻഡ്രോം. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണ്. അപ്പം നമ്മളെല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ടായിരുന്നു, മണി ഹേസ്റ്റ് അല്ലേ. അപ്പം ഈ മണി ഹേസ്റ്റിൽ ആ ക്യാപ്റ്റേഴ്സിന് അവരുടെ ഒരു ഹോസ്റ്റേജിന് അതിലെ ക്യാപ്റ്ററിനോട് തോന്നുന്ന ആ ഒരു അലൈൻസ്, ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പറഞ്ഞിരുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നാണ്. സോ ഇതിൻ്റെ ആൻസർ സ്റ്റോക്ക്ഹോം സിൻഡ്രോം. സോ എന്താണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് കുറിച്ചുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്റ്റ് നമുക്ക് നോക്കാം. ഇതൊരു സൈക്കോളജിക്കൽ റെസ്പോൺസ് ആണ്. അതായത് ഒരു ഹോസ്റ്റേജിനോ വിക്ടിമിനോ അവരെ പിടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ക്യാപ്റ്റേഴ്സിനോട് തോന്നുന്ന ഒരു സിമ്പത്തി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് നെഗറ്റീവ് ഫീലിങ്സ് അവർക്ക് വരുന്നത് പോലീസിനോടും ഇല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വരുന്നവരോടും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരോട് പോസിറ്റീവ് തിങ്കിങ് ഉള്ളത് ആരോടാണ്? അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന ക്യാപ്റ്റേഴ്സിനോടും. എന്നാൽ നെഗറ്റീവ് ഫീലിംഗ് വരുന്നത് പോലീസിനോടും ഇല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ വരുന്നവരോടും ആണ്. സോ ഈ സിൻഡ്രോം ഫസ്റ്റ് പേര് കൊടുത്തത് നീൽസ് ബെജറോട്ടാണ്, 1973 സോ ആ ഒരു പേര് വന്നത് 1973 സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന്. ഇനി സ്റ്റോക്ക്ഹോം സിൻഡ്രോമിൻ്റെ മെയിൻ ആയിട്ടുള്ള പോസിറ്റീവ് ഫീലിംഗ്, അതായത് ക്യാപ്റ്റേഴ്സിനോട് തോന്നുന്ന പോസിറ്റീവ് ഫീലിങ്സ് ലവ് ആവാം, സിമ്പത്തി ആവാം, എംപത്തി ആവാം, ഇല്ലെങ്കിൽ ഡിസയർ ടു പ്രൊട്ടക്റ്റ്. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോയ ഒരാളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു തരത്തിലുള്ള ഫീലിംഗ്. നെക്സ്റ്റ് ഡൗൺ സിൻഡ്രോം. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ഡൗൺ സിൻഡ്രോം. ഇതൊരു ക്രോമസോമൽ ഡിസോർഡർ ആണ്. നമുക്കറിയാം ഹ്യൂമൻസിന് 46 ക്രോമസോമാണുള്ളത്. എന്നാൽ ഈ ക്രോമസോം നമ്പറിൽ വേരിയേഷൻ വരുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അതിലൊന്നാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എക്സ്ട്രാ ക്രോമസോമിൻ്റെ പ്രസൻ്റ് ആണ്. 46 ക്രോമസോമിൽ മനുഷ്യരിൽ 21ാമത്തെ ക്രോമസോമിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി കാണുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ ഒരു അസുഖത്തിന് ഡൗൺ സിൻഡ്രോം ഇല്ലെങ്കിൽ ട്രൈസോമി എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ ഇങ്ങനെയുള്ള അസുഖത്തിൽ വരുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള ഫിസിക്കൽ, മെൻ്റൽ, ഡെവലപ്മെൻ്റൽ ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവാം. അവരുടെ ഫിസിക്കൽ ഫീച്ചർ തന്നെ വേറെ ആയിരിക്കും, പ്രധാനമായിട്ട് ഓട്ടിസം ബാധിച്ച കുട്ടികളെ പോലുള്ളവർ. ഇനി നെക്സ്റ്റ് ആണ് റാപ്പ് ഹോഡ്കിൻ സിൻഡ്രോം. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിൽ 4 പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക്ഹോം സിൻഡ്രോം പറഞ്ഞു, ദെൻ ഡൗൺ സിൻഡ്രോം പറഞ്ഞു, പിന്നെയുള്ളതാണ് റാപ്പ് ഹോഡ്കിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് വളരെ റയർ ആയിട്ടുള്ളൊരു ഡിസീസാണ്. ഇത് നമ്മുടെ ഹെയർ, നെയിൽ, സ്കിൻ, സ്വെറ്റ് ഗ്ലാൻഡ്, ടീത്ത് ഇതിനെയൊക്കെ ബാധിക്കുന്നതാണ്. ഈ ഒരു സിൻഡ്രോം അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആൻഹൈഡ്രോട്ടിക് എക്ടോഡെർമൽ ഡിസ്പ്ലാസിയ, ക്ലഫ്റ്റ് ലിപ്പ് മുറിച്ചുണ്ട്, അതുപോലെ തന്നെ ക്ലഫ്റ്റ് പാലറ്റ് അല്ലേ, പല്ല് ആ ഒരു മോണകളിലൊക്കെ ഉള്ള ആ ഒരു മുറിവ്. അപ്പം ഇതൊക്കെ റാപ്പ് ഹോഡ്കിൻ സിൻഡ്രോമിൻ്റെ
എന്താണ് ഫീച്ചേഴ്സാണ്. പിന്നെയുള്ളതാണ് ഈഗിൾ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതും ഒരു റെയർ കണ്ടീഷനാണ്. ഇത് മെയിനായിട്ട് കോസ് ചെയ്യുന്നത് കാൽസിഫൈഡ് സ്റ്റൈലോഹയോഡ് ലിഗമെൻറ്റ് ഓർ അൺയൂഷ്വലി ലോങ് സ്റ്റൈലോയിഡ് പ്രോസസ്. ദിസ് കണ്ടീഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിക്കറൻറ്റ് പെയിൻ ഇൻ ദി ത്രോട്ട്. മെയിനായിട്ട് നമ്മുടെ ത്രോട്ടിലൊരു പെയിൻ, ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ്, ഫുഡ് കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഹെഡേക്ക്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സിംറ്റംസ് ഈഗിൾ സിൻഡ്രോം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആൻസർ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? അപ്പോൾ മാറ്ററിന് കുറേ സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഒരു വസ്തുവിന് ഇരിക്കാൻ പറ്റുന്ന കുറേ തരത്തിലുള്ള സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പം ഈ 3 സ്റ്റേറ്റുകളെ കുറിച്ചാണ് നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇതല്ലാതെ 4ാമത്തെ സ്റ്റേറ്റ് ഉണ്ട്, 5ാമത്തെ സ്റ്റേറ്റ് ഉണ്ട്, അങ്ങനെ കുറേ സ്റ്റേറ്റുകളുണ്ട് മാറ്ററിന്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിഫ്ത്ത് സ്റ്റേറ്റ് ഏതാണെന്നാണ്. സോ ഓപ്ഷൻസ് പ്ലാസ്മ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആൻഡ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇസ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 4th സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. 6th സ്റ്റേറ്റ് ഫെർമിയോണിക് കണ്ടൻസേഷൻ. സോ നമുക്കിനി ശരിക്കും ഒന്ന് നോക്കാം എന്തൊക്കെയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഒരു മാറ്ററിന് ഇരിക്കാൻ പറ്റുന്ന 7 സ്റ്റേറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സോളിഡ്, ഖരാവസ്ഥയിൽ. ലിക്വിഡ്, ദ്രാവകാവസ്ഥയിൽ, വെള്ളം പോലെ. 3ാമത്തെ ഗ്യാസ്, വാതകാവസ്ഥയിൽ. 4ാമത്തെ പ്ലാസ്മ. 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇങ്ങനെ 7 സ്റ്റേറ്റിലാണ് മാറ്റേഴ്സ് ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം നോക്കാം. ഒരു ഡെഫിനിറ്റ് ഷേപ്പുള്ള മാറ്ററിനെയാണ് നമ്മൾ സോളിഡ് എന്ന് പറയുക. ഇപ്പോൾ ഒരു കല്ല്, ഒരു ബെഞ്ച്, ഡെസ്ക്, പെൻസിൽ, ഇതിനൊക്കെ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടല്ലേ. അങ്ങനെയുള്ള ഷേപ്പായിട്ടുള്ളവരെയാണ് നമ്മൾ സോളിഡ്സ് എന്ന് വിളിക്കുക. അവരുടെ മോളിക്യൂൾസ് കുറച്ചും കൂടെ അടുത്തായിരിക്കും. എന്നാൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത് അവർക്കൊരു ഡെഫിനിറ്റ് ഷേപ്പോ സൈസോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അവർക്കൊരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഇനി ഗ്യാസ് ആണെങ്കിലോ അതിന് ഷേപ്പ്, വോളിയം, ഇല്ലെങ്കിൽ അതിനെ ഒക്യുപ്പൈ ചെയ്യാനൊരു സ്പേസ് ഒന്നും വേണ്ട. ഗ്യാസ് വളരെ മോളിക്യൂൾസൊക്കെ ഇവിടെ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് അതിന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. 4th സ്റ്റേറ്റ് ആണ് പ്ലാസ്മ. 5ാമത്തെ സ്റ്റേറ്റ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഒരു മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ പ്ലാസ്മ ഫോം എന്ന് പറയുന്നത്. സോ ഈ ഒരു അവസ്ഥയിൽ അതിലുള്ള മോളിക്യൂൾസൊക്കെ വളരെ ഇറഗുലർ ആയിരിക്കും. ഇപ്പോൾ ഗ്യാസിൻ്റെ തന്നെ മോളിക്യൂൾസ് വളരെ ഇറഗുലറാണ്. അതിനുമപ്പുറം ഇറഗുലർ ആയിരിക്കും പ്ലാസ്മ സ്റ്റേറ്റിൽ. ഇനി ഈ ലോകത്തുള്ള ഈ യൂണിവേഴ്സിലെ പ്രപഞ്ചത്തിലുള്ള 99% ആൾക്കാരുമുള്ള ഫോം എന്ന് പറയുന്നത് പ്ലാസ്മ ആണ്. സോ പ്ലാസ്മ ഇസ് എ സൂപ്പർ ഹീറ്റഡ് മാറ്റർ. സോ ഹോട്ട് ദാറ്റ് ദ ഇലക്ട്രോൺസ് ആർ റിപ്ഡ് എവേ ഫ്രം ദി ആറ്റംസ് ഫോമിങ് ആൻ അയണൈസ്ഡ് ഗ്യാസ്. മെയിനായിട്ട് നമ്മുടെ സണ്ണിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. ഇനി ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം കൂൾ ടു അബൌട്ട് 0 ടെമ്പറേച്ചർ, അതായത് -273.515 കെൽവിൻ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ ഒരു ആറ്റംസിനെ കൂൾ ചെയ്യുന്ന, അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യുന്ന അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എലമെൻ്ററി പാർട്ടിക്കിൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് 2 തരത്തിലുണ്ട്. ഒന്ന് ഫെർമിയോൺസും മറ്റൊന്ന് ബോസോൺസും. ഫെർമിയോൺസിൽ വരുന്നത് മാറ്റർ പാർട്ടിക്കിൾസ് ആണ്. ബോസോൺസിൽ വരുന്നത് ഫോഴ്സസ്, അതുപോലെ തന്നെ അതിൻ്റെ കാരിയർ പാർട്ടിക്കിൾ. ഫെർമിയോൺസിൽ ക്വാർക്സ്, ലെപ്റ്റോൺസ്. ബോസോൺസിൽ വരുന്ന 2 ഗേജ് ബോസോൺസും ഹിഗ്സ് ബോസോൺസും. ഇതാണ് ഒരു എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ സ്ട്രക്ചർ. ഇനി എന്താണ് എലമെൻ്ററി പാർട്ടിക്കിൾ? എനി പാർട്ടിക്കിൾ മേഡപ്പ് ഓഫ് ക്വാർക്സ് ആൻഡ് ഗ്ലൂവോൺസ്. അതിനെ നമ്മൾ ഹാഡ്രോൺസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ക്വാർക്ക് കൊണ്ടോ ഗ്ലൂവോൺസ് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു പാർട്ടിക്കിളെയും നമ്മൾ ഹാഡ്രോൺസ് എന്നാണ് വിളിക്കുക. ഈ ഹാഡ്രോൺസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും മീസോൺസ് എന്നും ബാരിയോൺസ് എന്നും. ഇതിൽ മാസീവ് പാർട്ടിക്കിൾസ്, അതായത് ക്വാർക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാസീവ് പാർട്ടിക്കിൾസിന് നമ്മൾ ആൻറ്റി ക്വാർക്ക് പെയർ, അതിനെ നമ്മൾ വിളിക്കുന്നത് മീസോൺസ് എന്നാണ് കേട്ടോ. അതായത് മാസീവ് പാർട്ടിക്കിൾ കൊണ്ടാണ് ഉള്ള ക്വാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ. ദെൻ എനി പാർട്ടിക്കിൾ വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി 3 ക്വാർക്സ് കൊണ്ടാണെങ്കിൽ അത് ബാരിയോൺസ്.
ഓക്കെ, അപ്പം മാസീവ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ക്വാർക്ക് കൊണ്ട് ഉണ്ടാക്കുന്നത് മീസോൺസും ഏതെങ്കിലും ചെറിയ 3 പാർട്ടിക്കിൾസ് ഓഫ് ക്വാർക്സ് കൊണ്ട് ഉണ്ടാക്കിയത് ബാരിയോൺസും ആയിരിക്കും. എനർജി ക്യാരീസ് ഇൻ മാറ്റർ ആർ നോൺ ആസ് ബോസോൺസ്. ഇനി എലമെൻ്ററി പാർട്ടിക്കിൾസ്, ഗോഡ് ഓഫ് പാർട്ടിക്കിൾ എന്ന് അറിയപ്പെടുന്ന എലമെൻ്ററി പാർട്ടിക്കിളാണ് ഹിഗ്സ് ബോസോൺ. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോഡ് പാർട്ടിക്കിൾ എന്ന അല്ലെങ്കിൽ ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ഇനി ഈ ഗോഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവകണം എന്നുള്ള ആ ഒരു ടേം ഫസ്റ്റ് കൊണ്ടുവന്നത് ലിയോ ലിഡർമാൻ ആണ്. ദെൻ ഈ ഒരു ബോസോൺ എന്ന് പറയുന്ന ആ ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് പോൾ ഡിറിക് ആണ്. അതുപോലെ തന്നെ ക്വാർക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് ഫസ്റ്റായിട്ട് കോയിൻ ചെയ്തത് മുറി ഗെൽമാൻ ആണ്. ദെൻ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പ്രെഡിക്റ്റ് ചെയ്തത് സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്നാണ്. ബോസ്-ഐൻസ്റ്റീൻ, ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതുകൊണ്ടാണ് ഇവരുടെ പേര് സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. അതുകൊണ്ടാണ് ഇത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും പഠിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യനും അതിൻ്റെ മറ്റ് ഓപ്ഷനുകളും കുറിച്ച് പഠിച്ചു. തേർഡ് ഈസ് a reduction in emission of carbon dioxide or greenhouse gases made in order to compensate for or to offset an emission made elsewhere is known as. Options ഉണ്ട്: carbon footprint, carbon offset, fossil fuel consumption reduction and ozone recovery. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാർബൺ ഓഫ്സെറ്റ് ആണ്. സോ എന്താണ് കാർബൺ ഓഫ്സെറ്റ് എന്ന് നോക്കാം. ഈ കാർബൺ എമിഷൻ നമ്മളുടെ മെയിനായിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് കാർബണിൻ്റെ പുറത്തേക്ക് പോക്ക്. ഓക്കെ, അപ്പോൾ ഈ കാർബൺ എമിഷൻ ഒരു ഗ്ലോബൽ പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ ദ കാർബൺ ഓഫ്സെറ്റ് വർക്ക് ഓൺ ദി ഐഡിയ ദാറ്റ് റിഡക്ഷൻ ഇൻ എ വേ വിൽ ബി വർത്ത് വെയിൽ. Carbon offset can be done with the reduction of greenhouse gases and by increasing carbon storage through planting trees, land restoration, etc. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. അതായത് ഈ ഗ്യാസിൻ്റെ എമൗണ്ട് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഹോട്ട് സീസൺ, സമ്മർ സീസൺ നിങ്ങൾക്കറിയാം വളരെ ഉയർന്ന നിലയിലുള്ള താപനിലയാണ് അല്ലേ. സോ ടെമ്പറേച്ചർ കൂടാൻ കാരണമാവുന്നു. അതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അല്ലെങ്കിൽ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ള ഒരു എയിമാണ് കാർബൺ ഓഫ്സെറ്റിനുള്ളത്. അപ്പം കാർബണിൻ്റെ എമിഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ്സിന് എന്തിനുള്ള കഴിവുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനും ഓക്സിജനെ പുറത്തേക്ക് വിടാനുള്ള കഴിവുണ്ട്. സോ കാർബൺ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിഡക്ഷൻ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. So carbon emission affect the plant significantly which turn cause global warming and climate change എന്ന് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സോ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ലെവൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടാനായിട്ട് പാടില്ല. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ് കാർബൺ ഫുട് പ്രിൻ്റ് എന്നാണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് നമ്പർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് ഇൻ അവർ ഡേ ടു ഡേ ആക്ടിവിറ്റി. ഫോസിൽ ഫ്യൂവൽ അതായത് പെട്രോള്, ഡീസല്, കൽക്കരി ഇതൊക്കെ കത്തുമ്പോൾ ധാരാളമായിട്ട് പുറന്തള്ളപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതിൻ്റെ മെഷറാണ് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇനി 1987 സെപ്റ്റംബർ 16 ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു, മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇത് നമ്മളുടെ ഓസോൺ ലെയർ, അതായത് അറ്റ്മോസ്ഫിയറിനെ, നമ്മുടെ അന്തരീക്ഷത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ലെയറാണ് ഓസോൺ ലെയർ. ഇത് സൂര്യനിൽ നിന്നുള്ള വളരെ അപകടകാരികളായിട്ടുള്ള ഡേഞ്ചറസ് UV റേസിനെ ഭൂമിയിലേക്ക് വരുന്നതിന് തടയുന്നു. എന്നാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഓവർ എമിഷൻ കാരണം നമ്മളുടെ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓസോൺ ലെയറിൽ ചെറിയ ഹോൾസ് വരുന്നു, ഇതിലൂടെ കൂടുതൽ സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് എത്തുകയാണ്. സോ നമ്മുടെ ഓസോൺ ലെയർ എന്ന് പറയുന്ന ആ ഒരു കുടയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1987 സെപ്റ്റംബറിൽ നമ്മൾ അഗ്രി ചെയ്തിട്ടുള്ള ഇല്ലെങ്കിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ ഈ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UV അൾട്രാ വയലറ്റ് B റേഡിയേഷൻ ഭൂമിയിലേക്ക് എത്തുകയും നമ്മളുടെ ടെമ്പറേച്ചർ ഗ്ലോബൽ വാർമിങ്ങിന് കൂട്ടാൻ കാരണമാവുന്നു, ടെമ്പറേച്ചർ കൂടുകയാണ്. സോ ദിസ് മോൺട്രിയൽ പ്രോട്ടോകോൾ വാസ് സൈൻഡ് ഇൻ റെസ്പോൺസ് ടു പ്രൊട്ടക്ടിങ് ദ ഓസോൺ ലെയർ ബൈ റെസ്ട്രിക്റ്റിംഗ് ദി യൂസ് ഓഫ് CFC എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഈ ക്ലോറോ ഫ്ലൂറോ കാർബണും അതുപോലെ തന്നെ മറ്റ് ഹാലോ കാർബൺസും നമ്മുടെ ഓസോൺ ലെയറിനെ വല്ലാത്ത രീതിയിൽ ഡേഞ്ചറസ് ആയി തന്നെ ബാധിക്കുന്നതാണ്. So the Montreal Protocol was successfully and recovered. The ozone layer has recovered by 1 to 3% per decade since 2000. അപ്പോൾ ഈ ഒരു മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട്
2000 മുതൽ നമുക്ക് നമ്മുടെ ഓസോൺ ലെയറെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. എ മെറ്റൽ പ്രസൻറ്റ് ഇൻ ഇൻസുലിൻ. ഇൻസുലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാതിരിക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണ്? അലുമിനിയം, അയൺ, കോപ്പർ, സിങ്ക്. ആൻസർ സിങ്ക് ആണ്. സോ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഇത് നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാൻഹർഹാൻസ് എന്ന് പറയുന്ന സെൽസിലുള്ള സ്പെഷ്യൽ സെൽസാണ് ബീറ്റ സെൽസ്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇതൊരു പ്രൈമറി അനബോളിക് ഹോർമോണാണ്. നമ്മുടെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇതിൻ്റെയൊക്കെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുകയും നമ്മളുടെ ഗ്ലൂക്കോസിനെ കൂടുതൽ അബ്സോർബ് ചെയ്ത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്നു. സോ ഈ ടിഷ്യൂസിൽ ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്ത് ഗ്ലൈക്കോജനായിട്ടോ ഇല്ലെങ്കിൽ മറ്റ് ഇതുകളായിട്ടോ ഒക്കെ നമ്മുടെ ലിവറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. So glucose production and secretion by the liver are strongly reticent by high concentration of insulin in the blood. Circulating insulin also create deep effect on the synthesis of protein in a wide variety of tissue. Therefore, it is an anabolic hormone promoting conversion of small molecule in the blood into larger molecule inside the cell. So that is the importance of insulin. ഇനി സിങ്ക് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ മെറ്റലാണ് അല്ലേ. അതിന് അറ്റോമിക് നമ്പർ 30 അത് നമ്മൾ പീരിയോഡിക് ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്ത് ZN, സിങ്കിനെ നമ്മൾ ZN എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ മെറ്റൽ മെയിനായിട്ടും നമ്മുടെ ഡ്രൈ ബാറ്ററി, റൂഫ് ക്ലാഡിങ്, അതുപോലെ തന്നെ അയൺ സ്ട്രക്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെയാണ്. അതായത് ഇപ്പോൾ തുരുമ്പൊക്കെ എടുക്കുന്ന സമയത്ത് കൊറോഷനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്കിനെ ഒരു സാക്രിഫിഷ്യൽ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിങ്ക് കോപ്പറുമായിട്ട് ഒരു അലോയ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഒരു ഹാർഡ് മെറ്റൽ, അതിനെ നമ്മൾ ബ്രാസ് എന്നാണ് പറയുക. ബ്രാസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്, കോപ്പറുമായിട്ട് മിക്സ് ചെയ്യുന്നത് ഈ സിങ്കിനെയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും അതിൽ ഓരോ ഓപ്ഷൻസിനെയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിച്ചത്. സോ ഇതുപോലുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. താങ്ക് യു.